السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത്, സഹൃദയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നാം എല്ലാം ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ് പ്രസംഗിക്കുന്ന ഞാനും സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങളും ഇവിടെ ഹാജരാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പ്രഭാഷണം സംഘടിപ്പിക്കപ്പെടുമ്പോൾ വിശിഷ്യ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ സംഘടിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾ തികച്ചും പ്രമാണങ്ങളോട് നീതി പുലർത്തുന്നതായിരിക്കണമെന്നത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു സംഘടനയെ ജനങ്ങൾ വിലയിരുത്തുന്നത് അതിന്റെ ഒച്ചപ്പാടും ബഹളവും ബാനറും പോസ്റ്ററും കണ്ടുകൊണ്ടല്ല. വലിയ നീളമുള്ള ജുബ്ബക്കുപ്പായമിട്ട നല്ല തലപ്പാവുള്ള എത്ര ആളുകളുണ്ട് ആ പ്രസ്ഥാനത്തിൽ എന്ന് നോക്കിയിട്ടല്ല. മറിച്ച് ഒരാദർശം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് ആ ആദർശം രൂപപ്പെട്ടു വരുന്ന ഹൃജുവായ ചില സ്രോതസ്സുകളുണ്ടാവും, ചില പ്രമാണങ്ങളുണ്ടാവും. ആ പ്രമാണങ്ങളെ അവലംബിച്ചുകൊണ്ട്
ജനങ്ങളുടെ മുമ്പിൽ മതം അവതരിപ്പിക്കുക എന്നുള്ളത് ഇക്കാലഘട്ടത്തിൽ മറന്നുപോയിരിക്കുന്ന മുസ്ലിം സംഘടനകളിൽ മഹാഭൂരിപക്ഷം വരുന്ന സംഘടനകളൊക്കെ. ആദർശ സമ്മേളനം എന്ന് പേരിട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്ന സമ്മേളനങ്ങൾ തന്നെ എന്താണ്? 3 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ആദർശ സമ്മേളനം എന്ന് തലക്കെട്ട് എഴുതിയാൽ അതിനൊരു ആദർശം ഉണ്ടാവണമല്ലോ. അതെന്താ? മുജാഹിദ് ബാലിശ്ശേരിന്റെ 30 ക്ലിപ്പിംഗിടല ആദർശം? അതല്ല ആദർശം. ആദർശം എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും രൂപപ്പെട്ടു വരുന്ന മഹത്തായ ഒരു കാര്യമാണ്. ലോകത്തങ്ങോളം ഇങ്ങോളം ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്, പ്രബോധക സംഘങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന, സമയബന്ധിതമായി അവതരിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ആർക്കും സുവ്യക്തമായി ബോധ്യപ്പെടുന്നതും കാണാവുന്നതും അന്വേഷിച്ചു പഠിക്കാവുന്നതുമായ കൃത്യമായ തെളിവുകളാണ്. ഇതാണ് ഇസ്ലാം എന്നതാണ് ഇവിടെ എനിക്ക് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ള ടോപ്പിക്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുന്നത്. ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. ഓട്ടുപാറയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന, പിന്നീട് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട് കേൾക്കുന്ന ആളുകൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വാസരംഗത്ത് അവർക്കുണ്ടായിരുന്ന ജീർണതകൾ ദൂലീകരിക്കപ്പെടണം. കർമ്മരംഗത്ത് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാളിച്ചകൾ അവർക്ക് ബോധ്യപ്പെടണം. സ്വഭാവ സംസ്കാര രംഗത്ത് ഇസ്ലാം അല്ലാത്ത വല്ലതും ആചരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഋജുവായ പാത എന്താണ് എന്ന് ഈ പ്രസംഗത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ തെറ്റായ നടപടിക്രമങ്ങളിൽ നിന്ന് ശരിയായ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രമാണങ്ങളിലൂടെ ആളുകൾ വരണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സർവാധിനാഥനായ നാഥ പടച്ചതമ്പുരാനെ, നീ അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വരതയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനരും ബൗദ്ധരും മതമുള്ളവരും ഇല്ലാത്തവരും ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാമുള്ള ഒരു ലോകഘടനയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതപ്രബോധനം എന്ന് പറയുന്നത് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച് ജനങ്ങളെ വഞ്ചിച്ച് പോക്കറ്റ് ഉറപ്പിക്കുന്നതിന്റെ പേരല്ല മതപ്രബോധനമെന്നും ആദർശ പ്രബോധനമെന്നും പറയുന്നത്. മറിച്ച് നേർക്ക് നേരെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സംഘടനകൾക്ക് അതൊരു ദുരന്തമായി തന്നെ നാം അറിയേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, മൊബൈല് അതൊരു വലിയ അനുഗ്രഹമാണ്. ആർക്ക്? അത് അനുഗ്രഹമായി ഉപയോഗിക്കുന്നവർക്ക്. ഭൗതികമായി അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ റേഡിയേഷൻ തലച്ചോറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിസ്റ്റംസിൽ തകരാറ് വരുത്താൻ അതിന് കഴിയും. ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ പല പ്രശ്നങ്ങളും അതുണ്ടാക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായ പ്രശ്നം. മൊബൈൽ ഉണ്ടാക്കുന്ന സാംസ്കാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ, ധാർമ്മികമായ ഒരുപാട് പ്രശ്നങ്ങൾ. നല്ലതിനും ഉപയോഗിക്കാം, അത് ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാം. ഒരു കടാര മത്സ്യം മുറിക്കാൻ ഉപയോഗിക്കാം, മാംസം മുറിക്കാൻ ഉപയോഗിക്കാം, പച്ചക്കറി ഉപയോഗിക്കാൻ ഉപയോഗിക്കാം, മനുഷ്യന്റെ കഴുത്തറക്കാൻ ഉപയോഗിക്കാം. അതുപോലെ LCD പ്രൊജക്ടറുകൾ ഒരനുഗ്രഹമാണ്. അത് നല്ലതിനായിരിക്കണം. അത് അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത ആശയങ്ങൾ ധ്വനിപ്പിച്ച് ആളുകളെ ചതിച്ച് തന്റെ പ്രസ്ഥാനത്തിൽ ആളെ സ്ഥിരപ്പെടുത്താനുള്ളതല്ല യഥാർത്ഥമായ മതപ്രബോധനം. പടച്ചോൻ അറിയുന്നുണ്ട് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, എന്റെ മുമ്പിലിരിക്കുന്ന അരപ്പൈസക്ക് വിവരമില്ലാത്ത ജനം അറിയില്ലെങ്കിലും മഹാജ്ഞാനിയായ പടച്ചതമ്പുരാൻ അറിയുന്നുണ്ട്
എന്ന ഉത്തമമായ ബോധ്യം അതായിരിക്കും ഒരു മുഅ്മിനെ നയിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ സംഭവബഹുലമായ 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ച സാക്ഷാൽ ദീനുൽ ഇസ്ലാം എന്താണ്? ഇസ്ലാമിനെ ഏറെ മുസ്ലിങ്ങൾ തന്നെ തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം. അമുസ്ലിങ്ങൾക്കാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് ഭയാശങ്കകളോട് നോക്കിക്കാണുന്ന ആധുനിക കാലഘട്ടം. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, തൊപ്പിവെച്ചവനും താടിവെച്ചവനും ചിരിച്ച് ആനന്ദിച്ച് ബോംബിട്ടിട്ട് ഒരു ദുഃഖം പോലും ഇല്ലാതെ നിൽക്കുന്ന പത്രത്തിലെ ഫോട്ടോകൾ കാണുമ്പോൾ പോലും പേടിയാണെന്ന് ജുബ്ബ ധരിച്ചവനെ, താടി വെച്ചവനെ, തലപ്പാവ് ധരിച്ചവനെ ആധുനിക ലോകത്തിന് പേടിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരന്മാരെ, സൂചിപ്പിച്ചു വന്നത് മുസ്ലിം സംഘടനകളിൽ ചില സംഘടനകൾ രക്ഷപ്പെട്ട ഒരു കാലമാണത്. പണ്ടേ വിശുദ്ധ ഖുർആൻ ആയത്തോതി പ്രസംഗിക്കുന്ന പരിചയം സമസ്തക്കില്ലല്ലോ. ഹദീസ് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന പരിചയവും സമസ്തക്കില്ല. ഇപ്പൊ അവർക്ക് വളരെ ഗംഭീരായി. എന്താണ്? 9 മണിക്കൂറും 10 മണിക്കൂറും 15 മണിക്കൂറും ഒക്കെ പ്രസംഗിക്കുക. ഒറ്റ ആയത്ത് ഉദ്ധരിക്കേണ്ട, ഹദീസ് ഉദ്ധരിക്കേണ്ട, ഒരു സ്ക്രീന് കൊണ്ടുവെക്കുക, കുറെ ആളെ ക്ലിപ്പിംഗ് ഇങ്ങനെ ഇടുക, നേരം വെളുക്കുക, ചിരിക്കുക, തക്ബീറില്ല. ഇതാണോ മതം? ഇതാണോ മതം? ജനങ്ങൾക്ക് ഇസ്ലാം അറിയാൻ താല്പര്യമുണ്ട്. ഈ നാട്ടിലെ സമസ്തക്കാർക്കും അല്ലാത്തവർക്കും, മുജാഹിദിനും സുന്നിക്കും ഖാദിയാനിക്കും ഇതര മതവിഭാഗത്തിനൊക്കെ ഇസ്ലാം അറിയാൻ താല്പര്യമുണ്ട്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് ജനങ്ങളോട് ഈ ആയത്ത് ഇത്ര ഖുർആനിൽ എന്നിടത്തുള്ളതാണ്, ഇതിന്റെ അർത്ഥം ഇന്നതാണ്, ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ആശയം ഇന്നതാണ്. ഹദീസ് 3 മണിക്കൂർ പ്രസംഗം ഞാൻ ഒരായത്ത് പൂർണ്ണമായിട്ട് ഓതി കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പറയാണ്. അത് കാന്തപുരം മുതൽ ഏറ്റവും താഴേക്കടയിലുള്ള മുസ്ലിയാരുട്ടി വരെ വിശുദ്ധ ഖുർആൻ ഒരായത്ത് ഉദ്ധരിക്കുന്നത് കേൾക്കാൻ പൂതി തോന്നണേ നിങ്ങൾക്ക്. അത് മനസ്സിലാക്കണമെങ്കിൽ സാധാരണക്കാരായ സുന്നി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉസ്താദുമാരുടെ പ്രസംഗം കേൾക്കുക. മുജാഹിദ് ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി പഠിക്കുന്ന ഒരു കുട്ടി മുജാഹിദിന്റെ പ്രസംഗവും കേൾക്കുക. എങ്കിൽ വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും നീതി പുലർത്തി വിഷയം അവതരിപ്പിക്കുന്നത് മുജാഹിദുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞത് അള്ളാഹ് സമസ്തക്കാർക്ക് മാത്രം കൊടുക്കാണ്ടിരിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണ്. വിവേകം, പരസ്പര തിരിച്ചറിവ് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഒരു യഥാർത്ഥമായി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ചില ആശയങ്ങൾ. അപ്പൊ നമുക്കറിയാം, എല്ലാവരും പറയുന്നു ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. എന്നാൽ ആ ഖുർആനിൽ നിന്ന് വചനങ്ങൾ ഉദ്ധരിക്കണ്ടേ? ആ വചനങ്ങൾ ഉദ്ധരിച്ച ആ വചനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിച്ചു? ഇപ്പൊ നബിയുടെ ഖുതുബ, വെള്ളിയാഴ്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് നടത്തിയ ഖുതുബയെ കുറിച്ച് ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എങ്ങനെ? ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുന്ന, നിഷേധിക്കാനാവാത്ത സഹിയായ ഹദീസാണ്. യഖറഉൽ ഖുർആന വയുദക്കിറുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയിട്ട്, വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. നബിയുടെ ഖുതുബ അതാണ്. പ്രവാചക തിരുമേനിയുടെ ഖുതുബയെ പറ്റി പറയുന്നത് എന്താണ്? യഖറഉൽ ഖുർആന വയുദക്കിറുന്ന, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതാണ്. ഖുതുബ എന്തിനാണ്? ജനങ്ങളെ നന്നാക്കാനാണ്. നന്നാക്കേണ്ട ഒരു കാര്യമില്ല ഖുതുബക്ക് എന്നാണ്. അറബി ചൊല്ലിയേച്ചാൽ മതി. അത് ഓതുന്നോലും നന്നാകേണ്ടതില്ല, കേൾക്കുന്നോലും നന്നാകേണ്ടതില്ല എന്നാണ് ഇവിടെ ഒരു കൂട്ടർ വാദിച്ചുകൊണ്ടിരിക്കുന്നതാവുന്നത്. റസൂലുള്ളാഹിന്റെ ഖുതുബയെ പറ്റി പറയുന്നതോ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്. റസൂലുള്ളാഹിക്ക് 2 ഖുതുബകൾ ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ദീർഘമായി, പിന്നെ ഇടയിലൊന്ന് ഇരുന്ന് എഴുന്നേൽക്കും. എന്നിട്ടോ യഖറഉൽ ഖുർആന, ഖുർആനാണ് അദ്ദേഹം ഓതുക. അതുവഴി വയുദക്കിറുന്നാസ്, അദ്ദേഹം